ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ വീണ്ടും ട്വിസ്റ്റ് വരികയാണ്. സംസ്ഥാനത്ത് ഏറ്റവും വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥന്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നത് ഏറ്റവും വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയാണെന്നത് തെളിഞ്ഞിരിക്കുന്നു. കാര്യമായ ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ സാധാരണക്കാരന്റെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. അതുകൊണ്ട് ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ നിലവിൽ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ ഇന്ന് ഹൈക്കോടതിയിൽ വീണ്ടും അറിയിച്ചിരിക്കുകയാണ്. CBI വരണമെന്ന് ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീലിൽ ഭാര്യ മഞ്ജുഷ വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ സത്യം എങ്ങനെയെങ്കിലും മൂടിവെക്കണമെന്ന് ഉറപ്പിച്ചവർ, അതായത് സർക്കാരിന്റെ ഭാഗത്തു നിൽക്കുന്നവർ, അവരുടെ വാദവും ഇന്ന് കോടതിയിൽ കേട്ടു. മികച്ച സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നതെന്നും ഇനി മറ്റൊരു അന്വേഷണം ആവശ്യമില്ല എന്നുമാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ അപ്പീലാണ് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. നിലവിലുള്ള അന്വേഷണ സംഘത്തിൽ ഒരു തരി പോലും വിശ്വാസമില്ലെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയിൽ പറയുമ്പോൾ ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് തല താഴ്ത്തേണ്ടി വന്ന ഒരവസ്ഥയാണ് കണ്ടത്. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വസ്തനായ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും അടക്കം വിശ്വസ്തനായ ഒരു ADM, അല്ലെങ്കിൽ ഒരു ഏറ്റവും നല്ല ഒരു നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥന് പോലും മരണത്തിൽ ഇവിടെ നീതി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പിരിച്ചുവിടേണ്ടുന്ന സമയം കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. മരണത്തിൽ പോസ്റ്റ്മോർട്ടം മുതൽ സംശയമുണ്ട് എന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യ പറഞ്ഞിരിക്കുന്നത്. നവീന്റെ അടിവസ്ത്രത്തിൽ രക്തം കണ്ടപ്പോൾ അത് മൂത്രത്തിലെ കല്ലാകാമെന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നു ആ ഡോക്ടർ. അപ്പൊ ഡോക്ടർ മുതൽ ഇതിൽ പങ്കാളിയായിരിക്കുന്നു ദുരൂഹ മരണത്തിൽ എന്നുള്ളതാണ് സത്യം. നവീന്റെ മരണത്തിൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത് പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള അന്വേഷണം മാത്രമാണെന്നും അവർ പറയുന്നു. PP ദിവ്യയുടെയും കണ്ണൂർ കലക്ടറുടെയും പ്രശാന്തിന്റെയും ഫോൺ കോൾ രേഖകൾ പോലും ഇതുവരെ ഈ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടില്ല എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയിൽ പറയുമ്പോൾ അതിനർത്ഥം ഈ അന്വേഷണം ശരിയായി നടക്കുന്നില്ല, ഇനി CBI വരണം എന്നുള്ളത് തന്നെയാണ്. അത് ഹൈക്കോടതിക്കും വ്യക്തമായി ബോധ്യമായിട്ടുണ്ട്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ഹൈക്കോടതി മാറ്റി ചിന്തിച്ചാലും അത്ഭുതപ്പെടാനില്ല. CBI ഇല്ലെങ്കിൽ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചെങ്കിലും അന്വേഷിക്കണമെന്നാണ് ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ കുടുംബത്തിന്റെ ഒരു ആവശ്യം കൂടി വന്നത്. കാരണം ഈ അന്വേഷണത്തിൽ യാതൊരു തൃപ്തിയുമില്ല. അന്വേഷണം മാറ്റിയേ മതിയാകൂ. മുതിർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണമെന്ന് ആ ഭാര്യ പറയുന്നു. സത്യം പുറത്തു കൊണ്ടുവരിക മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നും ആരെയും ഉപദ്രവിക്കാനുള്ളതല്ല എന്നും ഭാര്യ കേണപേക്ഷിക്കുകയാണ് ഹൈക്കോടതിയുടെ മുന്നിൽ. കേസ് ഡയറി ഉൾപ്പെടെ കോടതി പരിശോധിക്കണമെന്നും ഹർജിക്കാരി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ജസ്റ്റിസ് PB സുരേഷ് കുമാറും ജസ്റ്റിസ് ജോമിൻ സെബാസ്റ്റ്യനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് കേസ് അങ്ങനെ വിധി പറയാൻ മാറ്റിവെച്ചിട്ടുണ്ട്. ഏതായാലും നമുക്കറിയാം, PP ദിവ്യ എന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPMന്റെ നേതാവുമായ അവരുടെ പരാമർശമാണ് ADMന്റെ മരണത്തിന് കാരണമായത് എന്ന് ആ CPM പാർട്ടിയുടെ ജില്ലാ സമ്മേളനം തന്നെ വിലയിരുത്തിയ ഒരു സാഹചര്യത്തിൽ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ എന്നറിയാൻ ഒരു പക്ഷേ ഒരു CBI അന്വേഷണം വരാനും സാധ്യത ഏറിയിരിക്കുകയാണ്. ഏതായാലും ആ നിർണായക വിധി വരാൻ കാത്തിരിക്കുകയാണ് ഒരിക്കൽ കൂടി കേരളം.